ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പിന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നതിനെ പറ്റിയാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ പീഡിക്കപ്പെടുന്നുണ്ട്. പല ഭാഗങ്ങളിലായിട്ടും കുഞ്ഞുങ്ങൾ പീഡിക്കപ്പെടുന്നുണ്ട്, കൊല്ലപ്പെടുന്നുണ്ട്. പിന്നെ പോഷകാഹാരം ഭക്ഷണം കിട്ടാതെ മരണപ്പെടുന്നുണ്ട്. പിന്നെ രക്ഷിതാക്കൾക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളായതുകൊണ്ട് വളർത്താൻ പറ്റാണ്ട് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇതിനൊക്കെ ഇരയാകുന്നുണ്ട്. പക്ഷെ നമ്മളൊന്നും അത് കാണുന്നില്ല. കണ്ടാൽ തന്നെ കണ്ട ഭാവം നടിക്കുന്നില്ല. പിന്നെ അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞങ്ങൾ പിന്നെ അടുത്ത പ്രദേശത്ത് ഒരു കുഞ്ഞ് സ്കൂളിൽ പഠിക്കുന്നൊരു കുഞ്ഞായിരുന്നു, ചെറിയ കുഞ്ഞ്. തൊട്ടടുത്ത വീട്ടിൽ വെള്ളം കുടിക്കാനും പേരക്ക പറിക്കാനും പോയതാണ്. അപ്പോൾ പേരക്ക പറിക്കാൻ പോയപ്പോൾ ആ വീട്ടിൽ ഗൃഹനാഥൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഗൃഹനാഥൻ ഈ കുട്ടീനെ പേരക്ക തരാമെന്നും പറഞ്ഞ് അകത്തേക്ക് വിളിച്ച്, അങ്ങനെ പേരക്ക കൊടുക്കാൻ വേണ്ടി കുട്ടീനെ അകത്തേക്ക് വിളിച്ചിട്ട് കുട്ടീനെ പീഡിപ്പിച്ചു. ചെറിയ കുട്ടിയാണ്. ചെറിയ കുട്ടിയെന്ന് വെച്ചാൽ വളരെ ചെറിയ കുട്ടിയാണ്. രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടീനെ പേരൊന്നും ഞാൻ പറയുന്നില്ല, സ്ഥലവും പറയുന്നില്ല. ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന അത്രയും ഒരു ഇതായിപ്പോയ ഒരു മരണമായിരുന്നു. ആ കുട്ടീനെ പീഡനത്തിന് ഇരയാക്കി ആ കുട്ടി മരണപ്പെട്ടു പോയിട്ട് ആ കുട്ടീനെ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ചാക്കിൽ കെട്ടിയിട്ട് അട്ടത്ത് വെച്ച്, ഇവിടെ ഞങ്ങളുടെ നാട്ടിലെല്ലാം അട്ട ഉണ്ടാവും, തേങ്ങ വെള്ളം വറ്റാൻ വേണ്ടി ഇടുന്ന അട്ടം. അടുപ്പിൽ കത്തിക്കുന്ന പുക മേലോട്ട് പോയിട്ട് അത് കൽക്കോലും മരങ്ങളെല്ലാം കൊണ്ട് പാവിയിട്ടുള്ള അട്ടാണ്. ആ അട്ടത്ത് ചാക്ക് കെട്ടി വെച്ച്, അങ്ങനെ ഇൻ്റർവെൽ ടൈം കഴിഞ്ഞ് കുട്ടി ക്ലാസ്സിൽ കണ്ടില്ല. അങ്ങനെ ടീച്ചർമാർക്ക് അന്വേഷിച്ച് എല്ലാ സ്ഥലത്തും അന്വേഷിച്ച് ഒരു സ്ഥലത്തും കുട്ടീനെ കാണാനില്ല. അപ്പം ഈ കുട്ടീനെ കൊന്ന അയാളും ഇവരെ കൂട്ടത്തിൽ കൂടി തിരയാൻ വേണ്ടി. അങ്ങനെ ലാസ്റ്റ് അയാളെ പലതരത്തിലും ചോദ്യം ചെയ്ത് അയാൾ ലാസ്റ്റ് പിന്നെ കുട്ടി അയാൾ സമ്മതിക്കുന്നില്ല. കാരണം കുട്ടി ആ പ്രദേശത്ത് നിന്ന് കൂടുതൽ ദൂരം പോകാനുള്ള ടൈം ആയിട്ടില്ല. അങ്ങനെ അയാൾ വീട്ടിൻ്റെ അട്ടത്തുനിന്ന് കുട്ടീനെ കിട്ടുകയാണ്. വളരെ ചെറിയ കുട്ടിയാണ്. അപ്പം അങ്ങനെ അയാൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ജയിലിൽ തന്നെയാണുള്ളത്. ഓരോരോ ജയിലിൽ മാറി ജയിലിൽ തന്നെയാണുള്ളത്. പുറത്ത് ഇറങ്ങിയിട്ടില്ല ഒരുപാട് വർഷമായി. അപ്പം അന്നും കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, ഇന്നും പീഡിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്ന് വെച്ചാൽ, ഈ പീഡനം നടക്കാത്ത കുഞ്ഞിനെ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് ജനങ്ങളെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നു. പിന്നെ പീഡനത്തിൻ്റെ യാതൊരു തെളിവുകളുമില്ല. പിന്നെ അതിനുള്ള നിയമ നടപടികളൊന്നും എടുക്കുന്നുമില്ല. അപ്പം പീഡനത്തിന് ഇരയാത്ത കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് പിന്നാലെ നടക്കുന്നു. പീഡിക്കപ്പെടുന്ന കുട്ടികളും കൊല്ലപ്പെടുന്ന കുട്ടികളും ഒരുപാടുണ്ടായിട്ടും അവരെ ഒന്നും സംരക്ഷണം നോക്കാതെ ഈ കുട്ടികളുടെ പിന്നാലെ തന്നെ നടക്കുന്നത് അതൊരു വ്യക്തി വൈരാഗ്യം കൊണ്ടാണെന്ന് എന്നെ കേൾക്കുന്നവർക്കും കാണുന്നവർക്കും മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, എൻ്റെ വീഡിയോ കാണുന്നവർ എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ഷെയറും തരിക, എന്നെ സബ് ചെയ്യുക. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.